ഒരു കഥ സൊല്ലട്ടാ സാർ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് അതിശക്തനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അതിശക്തനായ മന്ത്രിക്ക് ഒരുപാട് ധനികരായ കൂട്ടുകാരും ഉണ്ടായിരുന്നു. കൂട്ടുകാർ മാത്രമല്ല, മന്ത്രിക്ക് ആയിരക്കണക്കിന് ഏക്കർ കരിമ്പും തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി കൂട്ടുകാരും കൂടെ ഒരു ദിവസം സംസാരിച്ചോട്ട് പറഞ്ഞു, നമുക്ക് ഒരുപാട് പഞ്ചസാര ഉണ്ടെങ്കിലും പഞ്ചസാരയ്ക്ക് വേണ്ട വില കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ മന്ത്രി ആലോചിച്ചു, അങ്ങനെയാണല്ലേ, നമുക്ക് ഇന്ന് കുറച്ചുകൂടെ വില കിട്ടിയത് നന്നായിരുന്നു. അങ്ങനെ നമുക്ക് രാജാവിനോട് പറഞ്ഞ് പഞ്ചസാരയുടെ വില കൂട്ടാനുള്ള എന്തെങ്കിലും വഴി നോക്കാം എന്ന് ഇവര് ആസൂത്രണം ചെയ്തു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, മന്ത്രി നേരിട്ട് രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വില കൂട്ടണമെന്നില്ല. മന്ത്രി എന്ത് ചെയ്തു? ബുദ്ധിമാനായ മന്ത്രി കുറെ പാവം കർഷകരെയൊക്കെ കൂട്ടി കർഷകരെ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് കർഷകർ പോയി പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്, ഞങ്ങൾ കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ കരിമ്പിന് വേണ്ട വില കിട്ടുന്നില്ല, കാര്യമൊക്കെ വളരെ കഷ്ടമാണ്. ഇപ്പൊ രാജാവ് അങ്ങനെയാണോ കാര്യം, എന്നാ നോം എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ രാജാവ് മന്ത്രിയെ വിളിപ്പിച്ചു. മന്ത്രിയോട് പറഞ്ഞു, ഹേ മന്ത്രി, കരിമ്പിന് വേണ്ട വിലയൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ബുദ്ധിമാനായ മന്ത്രി രാജാവോട് പറഞ്ഞു, രാജാവേ, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരും ചോറ് കഴിക്കുമ്പോൾ കൂടെ ഒരു 5 പിടി പഞ്ചസാരയും കൂടെ കഴിക്കാൻ പറയാം. ഇപ്പൊ രാജാവ് പറഞ്ഞു, ആ ബുദ്ധി കൊള്ളാലോ, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ രാജാവ് രാജകൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാവരും ഇനി മുതൽ ചോറിന്റെ കൂടെ 5 പിടി പഞ്ചസാര കൂടി കഴിക്കണം. രാജഭക്തി കൂടിയ ആൾക്കാർ 5 പിടിയല്ല 10 പിടി വേണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു. സാധാരണക്കാര് രാജകൽപ്പനയല്ലേ, ഇനി വേറെ വഴിയൊന്നുമില്ലല്ലോ, കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഉത്തരവിൽ സംശയമുള്ള ആൾക്കാർ സംശയിച്ചു. 5 പിടി പഞ്ചസാര ദിവസവും കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മോശമാവില്ലേ, പിന്നെന്ത് ചെയ്യും? പക്ഷെ ഈ സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ട് മന്ത്രി വേറൊരു ഉത്തരവും കൂടെ ഇറക്കി. ഇനി 5 കിലോ അരി കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും അതിന്റെ കൂടെ 1 കിലോ പഞ്ചസാര കൂടി മേടിക്കണം, എന്നാലേ അരി കിട്ടുള്ളൂ. കുറച്ച് നാളൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചെറുപ്പക്കാരെയൊന്നും ഈ പ്രശ്നം ബാധിച്ചില്ല. കാരണം അവർ ഓടിച്ചാടി നടക്കുകയല്ലേ, അവർക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നും വരില്ലല്ലോ. പക്ഷെ പതുക്കെ ആ നാട്ടിലെ പ്രായമായ ആൾക്കാർ ഓരോരുത്തരും മാറാരോഗികളായി മാറി തുടങ്ങി. കുറെ പേര് മരിച്ചു വീഴുകയും ചെയ്തു. അപ്പോഴാണ് രാജാവിന് ചെയ്ത അബദ്ധം മനസ്സിലായത്. അപ്പോൾ രാജാവ് പറഞ്ഞു, മന്ത്രി, നമ്മൾ ചെയ്ത് ശരിയായില്ല, എല്ലാവരുടെയും ആരോഗ്യം വളരെ മോശമായി. അപ്പൊ മന്ത്രി പറഞ്ഞു, ശരിയാ രാജാവേ, നമ്മൾ ചെയ്ത് ഒട്ടും ശരിയായില്ല, നമുക്ക് ഉടനെ ഈ ഉത്തരവ് പിൻവലിക്കണം. അങ്ങനെ രാജാവ് ഉത്തരവ് പിൻവലിച്ചു. പക്ഷെ ആ സമയം കൊണ്ട് രാജ്യത്തിന്റെ പകുതി പോപ്പുലേഷനും രോഗികളായി ഒരുപാട് പേര് മരിച്ചു പോവുകയും ചെയ്തു. കഥ കഴിഞ്ഞു. ഇതൊരു കഥ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷെ ഇതാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. E20 അഥവാ എത്തനോൾ 20 ബ്ലെൻഡിങ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കാമുകളിൽ ഒന്നാവാൻ പോകുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. എത്തനോളിന്റെ ഈ ഇഷ്യൂവിന് ഡയറക്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ട്. ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളായ UP, ബീഹാർ, മഹാരാഷ്ട്ര, അതുപോലെ കർണാടക, ഈ വക സ്റ്റേറ്റ്സിലെല്ലാം ഷുഗർ ലോബി വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ ഈ പറഞ്ഞ എത്തനോൾ ബ്ലെൻഡിങ്ങിന് മുമ്പിൽ കൊടിയും പിടിച്ചെടുക്കുന്ന നമ്മുടെ ബഹുമാനായ നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞ മന്ത്രിക്ക് തന്നെ 17 ഷുഗർ പ്ലാന്റേഷൻസ് ആണുള്ളത്. അദ്ദേഹത്തിന്റെ മക്കളായ സാരൻ ഗഡ്കരി അതുപോലെ നിഖിൽ ഗഡ്കരി, ഈ രണ്ടുപേരും ഡയറക്റ്റ് എത്തനോൾ പ്രൊഡക്ഷനിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ബിസിനസ്സുകാരാണ്. അവരുടെ കമ്പനിയായ മാനസ് അഗ്രോ അതുപോലെ സിയാൻ അഗ്രോ എത്തനോൾ മാത്രമല്ല ഉണ്ടാക്കുന്നത്, നല്ല ഒന്നാന്തരം കള്ളും ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ പ്രോഡക്റ്റ് ആണ് കപ്താൻ എന്ന് പറയുന്ന റമ്മും ഹോൾഡ് സ്റ്റോൺ എന്ന പേരിലുള്ള വിസ്കിയും, നല്ല സംസ്കാരമുള്ള മദ്യം. അപ്പൊ എത്തനോൾ പ്രൊഡക്ഷനിലെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എത്തനോൾ ബ്ലെൻഡിങ്ങിന് ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന നമ്മുടെ സെൻട്രൽ മിനിസ്റ്ററിന്റെ ഫാമിലിക്കുള്ളത്. പല്ല് പൊഴിഞ്ഞ സിംഹം എന്ന് കളിയാക്കി പറയുന്ന ശരത് പവാർ, അതായത് NCPയുടെ ശരത് പവാറിന് ഇന്നും സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പവർ ഉള്ളത് മഹാരാഷ്ട്ര ബെൽറ്റിലെ ഷുഗർ ലോബിയുടെ ഡയറക്ട് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. ഇനി നിതിൻ ഗഡ്കരിക്ക് ഇൻവെസ്റ്റ്മെന്റിലെ മറ്റ് കമ്പനികളാണ് മഹാത്മാ ഷുഗർ ആൻഡ് പവർ ലിമിറ്റഡ്, പൂർത്തി ഓൾട്ടർനേറ്റീവ് ഫ്യൂൽസ്, പൂർത്തി പവർ ആൻഡ് ഷുഗർ, വൈനഗംഗ ഷുഗർ ആൻഡ് പവർ, സിയാൻ ഗ്രൂപ്പ്, മാനസ് ആഗ്രോ, പൂർത്തി ആഗ്രോടെക്, യാഷ് അഗ്രോ എനർജി. ഇത് ഒരു ക്ലിയർ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് തന്നെ വേണേൽ പറയാം. ഒരു സൈഡിൽ കൂടെ ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ്, ശക്തനായ രാഷ്ട്രീയ നേതാവ് നാട്ടിലെ എല്ലാവരുടെയും കാറിൽ പെട്രോളിനൊപ്പം നിർബന്ധമായും 20% എത്തനോൾ ബ്ലെൻഡ് ചെയ്യണം, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയാന്ന് പറയുന്നു. അതേ നേതാവിന്റെ കുടുംബത്തിന് ഈ പറഞ്ഞ എത്തനോളിൽ ഡയറക്റ്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം വേണം എന്ന് പറയുന്നതിന്റെ വില ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ നമുക്കൊരു പ്രതിപക്ഷം ഇല്ല. ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറയുന്നുണ്ടോ? എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടോ? ഒരു പാർട്ടിയെ നമ്മൾ അബ്സല്യൂട്ട് മെജോറിറ്റിയിൽ ജയിപ്പിച്ചു വിട്ടാനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ കറന്റ്ലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തോന്നിയ പോലെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം, അത് സാധാരണക്കാരുടെ മേത്ത് അടിച്ചേൽപ്പിക്കാം, ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. ഇന്ത്യ ഇന്നൊരു ഡെമോക്രസി അല്ല, ഇന്ത്യ ഒരു ഒളിഗാർക്കിയാണ്. ഭരിക്കുന്ന ആൾക്കാരും അവരെ ശിങ്കിടികളും കൂടെ തീരുമാനം എടുക്കുന്നു, അതിന്റെ ലാഭവിഹിതം അവരെല്ലാരും കൂടെ പങ്കിട്ടെടുക്കുന്നു. ഇന്ന് രാജ്യത്തിന്റെ പകുതി അദാനിയുടെ കയ്യിലാണ്. ബാക്കിയുള്ള പകുതിയെങ്കിലും നമുക്ക് ബാക്കി വേണ്ടേ? അതിനുവേണ്ടി നമുക്ക് പ്രതികരിച്ചേ പറ്റൂ. നിങ്ങൾ പോലും അറിയാതെ E20 കംപ്ലൈന്റ് അല്ലാത്ത നിങ്ങളുടെ കാറുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റീഷ്യൻസ് കോടികൾ ഒരു മാസം എത്തനോൾ വിറ്റുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കാറിന്റെ മൈലേജ് 20% ഡ്രോപ്പ് ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ ഓൾറെഡി ക്ലിയർ ആയി കഴിഞ്ഞു, E20 കൊണ്ടുണ്ടാവുന്ന എന്ത് എഞ്ചിൻ ഡാമേജും ഇൻഷുറൻസ് കവർ ചെയ്യില്ല എന്നുള്ളത്. അതിനെ ഗ്രോസ് നെഗ്ലിജൻസ് എന്ന കാറ്റഗറി പെടുത്തിയിട്ടാണ് അവർ ഇൻഷുറൻസ് ക്ലെയിം ഡിനൈ ചെയ്യുന്നത്. 80% പെട്രോളെ നമുക്ക് കിട്ടുന്നുള്ളൂ.
ഉള്ളൂ. പക്ഷേ 100% പെട്രോളിന്റെ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സയന്റിഫിക്കലി ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എത്തനോൾ ഹൈഗ്രോസ്കോപ്പിക് ആണ്. അതായത് അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിനെ അതിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. ഹൈഡ്രജൻ ബോണ്ടിങ് എന്നൊരു പ്രത്യേകത എന്നതുള്ളതുകൊണ്ട് അന്തരീക്ഷത്തിലെ ഈർപ്പത്തിനെ, അതും ചൂടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് അത് വലിച്ചെടുത്ത് ഫ്യൂവലായിട്ട് മിക്സ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എത്തനോളിനുണ്ട്. ഇതിന്റെ വലിയൊരു പ്രശ്നം ഫേസ് സെപ്പറേഷൻ എന്ന് പറയുന്ന ഫിനോമിനെ ഇത് ട്രിഗർ ചെയ്യുന്നുള്ളതാണ്. അതായത് ഈ എത്തനോളായി മിക്സ് ചെയ്ത വാട്ടർ കോണ്ടന്റ് കുറച്ച് കഴിയുമ്പോൾ ടാങ്കിന്റെ അടിയിൽ വന്ന് സെഡിമെന്റ് ചെയ്യും. ആവശ്യത്തിന് മോയ്സ്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ എത്തനോളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പിന്നീട് ഒരിക്കലും ഈ എത്തനോൾ ഫ്യൂവൽ മിക്സ്ചർ ആയിട്ട് തിരിച്ച് അതിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു എത്തനോൾ വാട്ടർ മിക്സ്ചർ ആയിട്ട് ആ ടാങ്കിന്റെ അടിയിൽ അങ്ങനെ കിടക്കും. ഇതിന്റെ പ്രശ്നം ഈ വെള്ളം എഞ്ചിനിൽ കയറും എന്നുള്ളത് തന്നെയാണ്. വെള്ളം എഞ്ചിനകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. തുടക്കത്തിൽ നോക്കിംഗ് ആയിട്ട് തുടങ്ങും, ലേറ്റർ ഓൺ എഞ്ചിൻ സീഷറിൽ വരെ അത് എത്തിപ്പെടാം. എഞ്ചിന് ഒട്ടും പറ്റാത്തൊരു സാധനമാണ് വെള്ളം. സോ അതാണ് നമ്മൾ പെട്രോൾ അടിച്ച് വണ്ടിക്ക് അകത്തേക്ക് ഇപ്പോൾ സർക്കാർ സ്പോൺസേർഡ് ആയിട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർ ഫ്യൂവലായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് കൊറോഷന് വഴിവെക്കും. ഫ്യൂവൽ ടാങ്ക് കൊറോഡ് ചെയ്യാം, ഫ്യൂവൽ ലൈൻസ് കൊറോഡ് ചെയ്യാം, മെറ്റാലിക് പാർട്സ് കൊറോഡ് ചെയ്യാം. അതുപോലെ തന്നെ എത്തനോളിനും കൊറോസീവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ റബ്ബർ പാർട്സ് കൊറോഡ് ചെയ്ത് പോവാം, സീൽസ് കൊറോഡ് ചെയ്ത് പോവാം, ഗ്യാസ്കറ്റ്സ് കൊറോഡ് ചെയ്ത് പോവാം, ആൻഡ് എൻ നമ്പർ ഓഫ് ഡാമേജുകൾ സംഭവിക്കാം കാറിന്റെ എഞ്ചിന്. സോ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഇതിന്റെ മുകളിൽ ഒരു സ്റ്റഡി നടന്നിട്ടില്ല. BS4 കാറുകൾ എങ്ങനെ റിയാക്ട് ചെയ്യും, BS3 കാറുകൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അതുപോലെ 2 വീലേഴ്സ് ആസ് വെൽ, കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഈ കാറുകളൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ട്. ഈ പറഞ്ഞ ഫ്യൂവൽ മിക്സർ, ഈ പറഞ്ഞ E20 കംപ്ലൈന്റ് അല്ലാത്ത വണ്ടികൾക്ക് എന്തൊക്കെ ഡാമേജ് ആണ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു സ്റ്റഡി ഇല്ല. ഗവൺമെന്റ് പറയുന്ന സ്റ്റഡി നടത്തിയിടുന്നതാണ്. എന്നാൽ സ്റ്റഡി നിങ്ങൾ പബ്ലിഷ് ചെയ്യേ. ഒരു സ്റ്റഡിയും ഇതുവരെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ARIയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സിയാമിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും. ഇതൊരു മേജർ പ്രശ്നമാണ് ആംബ്രോസിയ ബീറ്റിൽ. എത്തനോളാൽ അട്രാക്റ്റപ്പെട്ട് വരുന്ന ഒരു തരം വണ്ടാണ് ഈ ആംബ്രോസിയ ബീറ്റിൽ. വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സയൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഈ ആംബ്രോസിയ ബീറ്റിലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എത്തനോളാണ് അതിനെ അട്രാക്ട് ചെയ്യുന്നത്. സാധാരണ ചീഞ്ഞു തുടങ്ങിയ മരങ്ങളിലാണ് ഇവർ പോയി കൂട് കൂട്ടുന്നതും അതിനെ തുറക്കുന്നതും. സോ എത്തനോളിന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അവർ അവിടെ വന്ന് അട്രാക്റ്റഡ് ആയിട്ട് അത് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മരമാണെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പൊ ഫ്യൂവൽ ലൈനിൽ എത്തനോൾ ഉള്ളത് കൊണ്ട് ഈ ബീറ്റിലുകൾക്ക് തെറ്റായ സിഗ്നൽ കിട്ടി മരമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ ബീറ്റുകൾ വന്ന് ഫ്യൂവൽ ലൈൻസ് തുറക്കുകയാണ്. ആയിരക്കണക്കിന് കാറുകൾക്ക് ഈ പ്രശ്നം കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഇഷ്യൂവിനെ കാര്യമായിട്ട് ആരും എടുക്കുന്നില്ല. അവനവന് വന്നില്ലേ പിന്നെ എന്താ പ്രശ്നമുള്ളത് അല്ലേ? ഒരു 5 വയസ്സുകാരന്റെ അച്ഛൻ നിലയ്ക്ക് എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് ജൂലൈയിൽ സംഭവിച്ചിരുന്നു. പാലക്കാട് ഒരു മാരുതി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കത്ത് പിടിച്ച് 2 കൊച്ചു കുഞ്ഞുങ്ങൾ, 4 വയസ്സും 6 വയസ്സുള്ള 2 കൊച്ചു കുട്ടികൾ ഫയറിൽ മരിക്കുകയുണ്ടായി. വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ആ ഒരു ഇൻസിഡന്റിൽ എന്തെങ്കിലും ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നോ? അതിന് കാരണം ആരെയും കണ്ടുപിടിച്ചോ? ആ ന്യൂസ് വായിച്ചപ്പോൾ ആ കുട്ടികളുടെ അമ്മ, പാവം സ്ത്രീ, അവർ പറഞ്ഞിരുന്നു കാറിൽ ഫ്യൂവലിന്റെ മണം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കറിയാം, അവർ കാർ എക്സ്പേർട്ട് ഒന്നും അല്ലല്ലോ. കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കാർ ബേൺ ചെയ്ത് തുടങ്ങി എന്നുള്ളത്. ആംബ്രോസിയ ബഗ്സ് ഫ്യൂവൽ ലൈൻ തുറക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽ ആണ് നാട്ടിൽ മുഴുവൻ ഉള്ളത്. സോ ഇതൊരു ട്രിഗർ റീസൺ ആണോ എന്ന് അറിയേണ്ട ഒരു ഉത്തരവാദിത്തം. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ലൈഫാണ് പോയത്. അതിന് ആര് ഉത്തരവാദിത്തം പറയും? 1,40,000 കോടി എത്തനോൾ ബ്ലെൻഡ് ചെയ്ത് രാജ്യത്തിന് ലാഭം ഉണ്ടാക്കി തന്ന മന്ത്രിമാർക്ക് ഇതിന് ഉത്തരവാദിത്വം ഉണ്ടോ? ലക്ഷക്കണക്കിന് കോടി ലാഭമുള്ള ഓയിൽ പ്രൊഡ്യൂസിംഗ് കമ്പനികൾക്ക് എന്തൊരു ഉത്തരവാദിത്വം ഉണ്ടോ? നഷ്ടപ്പെട്ടത് ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഫാമിലിക്കാണ്, ആ അമ്മയ്ക്കാണ്. പക്ഷെ ആ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ കാർ ബേൺ ചെയ്ത് പോയി, ആ ഫ്യൂവൽ ലൈൻസും അതിനൊപ്പം ബേൺ ചെയ്ത് പോയി കാണും. പക്ഷേ ഈ ആംബ്രോസിയ ബഗ്സ് എന്ന് പറയുന്നത് ഒരു ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ ആണ്. നിങ്ങളുടെ കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിന്റെ ഫ്യൂവൽ ലൈൻസ് ചെക്ക് ചെയ്യണം. ഈ ബഗിന്റെ പ്രശ്നം നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് ഉടനെ എടുക്കണം. കാരണം ഇതൊരു വലിയ ഡേഞ്ചറാണ് ഈ എത്തനോൾ ബ്ലെൻഡിങ് കാരണം വരുന്നത്. വളരെ അഗ്രസീവായിട്ടാണ് നിതിൻ ഗഡ്കരിയും അതുപോലെ തന്നെ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരിയും ഈ പറഞ്ഞ ഡിസിഷനെ ഡിഫെൻഡ് ചെയ്യുന്നത്, അതായത് E20 ബ്ലെൻഡിങ്ങിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. ഹർദീപ് സിംഗ് പുരി പറയുന്നതായിട്ടൊന്നും നമ്മളെല്ലാം ബ്രസീലിനെ കണ്ട് പഠിക്കണം എന്നുള്ളതാണ്. പോളണ്ടിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുന്ന പോലെയാണ് എന്ത് പറഞ്ഞാലും പുള്ളി ബ്രസീലിലേക്ക് പോകുന്നത്. ബ്രസീലിൽ E20 സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ബ്രസീലിലെ എല്ലാ കാറുകളും E20 ആണ്. പക്ഷേ അതൊരു അർദ്ധസത്യം മാത്രമാണ്. ഫുൾ ഫാക്ട്സ് പുള്ളി പറയുന്നില്ല. ബ്രസീലിൽ കഴിഞ്ഞ 50 വർഷമായിട്ടാണ് E20 ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്, അല്ലാണ്ട് ഒരു കൊല്ലം കൊണ്ടല്ല. അതുപോലെ തന്നെ അവിടെ പ്യുവർ പെട്രോളും E10 പെട്രോളും E20 പെട്രോളിനും ഉള്ള ഓപ്ഷൻ ആൾക്കാർക്കുണ്ട്. E20 പെട്രോൾ അവിടെ സബ്സിഡൈസ്ഡ് ആണ്. അല്ലാണ്ട് ഇവിടുത്തെ പോലെ പെട്രോളിന്റെ വിലയ്ക്കല്ല അവിടെ E20 വിൽക്കുന്നത്. ആൾക്കാരുടെ ഓപ്ഷൻ ഉണ്ട്. പെട്രോൾ മാത്രം മേടിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം. അല്ലാണ്ട് ബ്രസീലിനെ കണ്ടുപിടിക്കും, ബ്രസീലിന് ചെയ്യാമെങ്കിൽ ഇന്ത്യക്ക് ചെയ്യാം എന്നുള്ള വാദം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതിന്റെ സസ്റ്റൈനബിലിറ്റി ആംഗിൾ ആണ് പറയുന്നത്. എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, നേച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നല്ലേ. പക്ഷേ ഇതിന്റെ റിയാലിറ്റി എന്താ നമ്മൾ മനസ്സിലാക്കണം. വളരെയധികം വാട്ടർ ഇന്റൻസീവ് ആയ ഒരു കൾട്ടിവേഷൻ ആണ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കണമെങ്കിൽ 2500 ലിറ്റർ വെള്ളം വേണം. അതായത് ഒരു കുപ്പി എത്തനോൾ ഉണ്ടാക്കാൻ ഒരു ഓവർഹെഡ് ടാങ്ക്
നിറച്ചും ഫ്രഷ് വാട്ടർ വേണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മഹാരാഷ്ട്ര ബെൽറ്റിലൊക്കെ ഷുഗർ കെയിൻ പ്രൊഡക്ഷൻ വളരെ റാമ്പന്റ് ആണ്. അവരുടെ റൂൾ പ്രകാരം തന്നെ 5% അഗ്രികൾച്ചർ ലാൻഡ് മാത്രമേ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ റിയാലിറ്റിയിൽ അത് 40% മുകളിലാണ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഫ്രഷ് വാട്ടർ ആണ് ഷുഗർ കെയിൻ ഏറ്റവും ആവശ്യമുള്ളത്. മഹാരാഷ്ട്ര ഡ്രോട്ട് പ്രോൺ ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ വരൾച്ച വളരെ കോമൺ ആണ്. സോ വരൾച്ച വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് വാട്ടറിനെ ഷുഗർ കെയിൻ കൾട്ടിവേഷന് വേണ്ടി ഉപയോഗിക്കും. ഒരുപാട് ആളുകളാണ് അവിടെ വെള്ളമില്ലാണ്ട് കഷ്ടപ്പെടുന്നത്. പക്ഷെ രാഷ്ട്രീയക്കാരെ പിൻബലം ഉള്ളതുകൊണ്ടും രാഷ്ട്രീയക്കാരെ ഉടമസ്ഥയിലായതുകൊണ്ടും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ കൾട്ടിവേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അടുത്ത പോയിന്റ് ആണ് പൊല്യൂഷൻ കുറയ്ക്കുന്നുള്ളത്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളത് വൺ തിങ്. ശരിയാണ്, E20 പൊല്യൂഷൻ കുറയ്ക്കും. പക്ഷെ E20ക്ക് പെട്രോളിനേക്കാളും എനർജി ഡെൻസിറ്റി കുറവാണ്. നേരത്തെ 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിക്ക് ഇപ്പോൾ 7 കിലോമീറ്ററും 8 കിലോമീറ്ററും മാത്രമേ മൈലേജ് കിട്ടുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ഓരോ വാഹനവും കൂടുതൽ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആർക്കാ ഗുണമുള്ള? ഓയിൽ പ്രൊഡ്യൂസിംഗ് കമ്പനികൾക്ക്. IOC, BPCL, HP എല്ലാവർക്കും ബമ്പർ പ്രോഫിറ്റ് ആണ് കഴിഞ്ഞ കുറെ നാളായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ അംബാനി ചേട്ടനും. ഇനി കാറുകളിലേക്ക് വരാം. മിക്ക കാറുകൾക്കും കാര്യമായ വെയർ ആൻഡ് ടയർ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നഷ്ടം ആർക്കാ? നമുക്ക് മാത്രം. കാർ കമ്പനികൾ ഹാപ്പി അല്ലേ? കാരണം കൂടുതൽ സ്പെയർ പാർട്സ് വിറ്റുപോകുന്നു, കൂടുതൽ സ്പെയർ പാർട്സ് മാറുന്നു. അപ്പോഴും പ്രകൃതിക്കും ദോഷമുണ്ട്. കാരണം ഈ പഴയ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ നോൺ ബയോഡിഗ്രേഡബിൾ ആയ വേസ്റ്റ് ആണ്. അതും നമ്മുടെ ഭൂമി കൊണ്ടേ തള്ളപ്പെടുന്നുണ്ട്. സോ പൊല്യൂഷൻ കുറയുന്നില്ല, കൂടുന്നേ ഉള്ളൂ. ഇനി അടുത്തൊരു ആംഗിളിലേക്ക് വരാം. പവർ ലോസ്. മെജോറിറ്റി കാറുകൾക്കും കാര്യമായ പവർ ലോസ് ഉണ്ട്. പവർ ലോസ് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ ത്രോട്ടിൽ ഇൻപുട്ട് കൊടുക്കും. അപ്പോഴും പ്രശ്നം എന്താ? കൂടുതൽ പെട്രോൾ കത്തും. സോ പെട്രോള് ലാഭിക്കാൻ അല്ലെങ്കിൽ കൺസംഷൻ കുറയ്ക്കാൻ എന്ന് പറഞ്ഞ റൂള് ശരിക്കും പറഞ്ഞാൽ പൊല്യൂഷനെ കൂട്ടിയിട്ടേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഹാർഡ് ട്രൂത്ത്. അതാണ് ഇവരുടെ സസ്റ്റൈനബിലിറ്റി ഗോൾ, ബ്രസീൽ മോഡൽ. അപ്പൊ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ ഉള്ളത്? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. 2 പോയിന്റ് ഉള്ളത്. ഒന്ന് മെറ്റീരിയൽ കംപ്ലയൻസും ഒന്ന് പെർഫോമൻസ് കംപ്ലയൻസും. ഏപ്രിൽ 2023 മുമ്പ് ഉണ്ടാക്കിയ ഒരു ഇന്ത്യൻ കാറും മെറ്റീരിയലി ഓർ പെർഫോമൻസ് വൈസോ കംപ്ലയന്റ് അല്ല E20 ഫ്യൂലായിട്ട് ഒരു തരത്തിലും. ഏപ്രിൽ 2023 ശേഷം ഉണ്ടാക്കിയ കാറുകൾ അത് മെറ്റീരിയലി കംപ്ലയന്റ് ആണ്. സ്പെയർ പാർട്സും കാര്യങ്ങളെല്ലാം E20 ആയിട്ട് കമ്പാറ്റബിൾ ആണ്. പക്ഷെ പെർഫോമൻസ് കംപ്ലയന്റ് അല്ല. ECU ട്യൂണിങ്, ഇഗ്നിഷൻ ടൈമിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത് പ്രൈംഡ് അല്ല. മെറ്റീരിയലി മാത്രം കംപ്ലയന്റ് ആണ്. ഇനി ഏപ്രിൽ 2025 മുതലുള്ള കാറുകൾ മെറ്റീരിയലി ആൻഡ് പെർഫോമൻസ് വൈസ് കംപ്ലയന്റ് ആണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഹൈക്രോസ് ആണ്. ഏപ്രിൽ 2025 കഴിഞ്ഞുള്ള ഹൈക്രോസ് എല്ലാം മെറ്റീരിയൽ ആൻഡ് പെർഫോമൻസ് വൈസ് കംപ്ലൈന്റ് ആണ്. പക്ഷേ അതിന് മുമ്പുള്ള ഹൈക്രോസ് എല്ലാം പെർഫോമൻസ് വൈസ് കംപ്ലൈന്റ് അല്ല, മെറ്റീരിയൽ കംപ്ലൈന്റേ ഉള്ളൂ. ടൊയോട്ട സീക്രട്ട് ആയിട്ട് അവരുടെ യൂസേഴ്സ് മാനുവലിൽ പറഞ്ഞിരുന്നു E10 കംപ്ലൈന്റ് ഫ്യൂൽ ആണ്, E20 കംപ്ലൈന്റ് അല്ല എന്നുള്ളത്. പക്ഷേ മാർച്ച് 2025 കഴിഞ്ഞപ്പോഴത്തേക്കും അവർ E20 കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് അവർ മാനുവൽ അപ്ഡേറ്റ് ചെയ്തു. സോ ഒരു വലിയ ക്വസ്റ്റൻ ഉള്ളത്, ഫസ്റ്റ് ജനറേഷൻ ഹൈക്രോസ് മേടിച്ച ആൾക്കാർക്ക്, അതായത് ആദ്യം ഈ 25 ഏപ്രിലിന് മുമ്പ് മേടിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും E20 പരമായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ടൊയോട്ട വാറണ്ടി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു $1 million ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ടൊയോട്ടയ്ക്ക് മാത്രമല്ല മറ്റ് മാനുഫാക്ചറേഴ്സിനും ബാധകമാണ്. എന്താണ് ഇതിന് സൊല്യൂഷൻ ഉള്ളത്? പ്രത്യേകിച്ച് സൊല്യൂഷൻ മുമ്പിൽ കാണുന്നില്ല. വേണമെങ്കിൽ അഡിറ്റീവ്സ് ഒക്കെ ഉപയോഗിക്കാം. നേരത്തെ ഇഫ്ടെക്സ് എന്ന് പറഞ്ഞ അഡിറ്റീവ്സ് കിട്ടുമായിരുന്നു. പക്ഷേ ഏത് അഡിറ്റീവ് ആണ് നല്ലതെന്ന് എനിക്ക് അറിയില്ല. കാരണം അതിനും സ്റ്റഡി വേണം. ഈ പറഞ്ഞ നോൺ കൊറോസീവ് പ്രോപ്പർട്ടി ഉള്ള, വാട്ടർ റെപ്പലിംഗ് പ്രോപ്പർട്ടി ഉള്ള നല്ല അഡിറ്റീവ്സ് എല്ലാം കാണുകയാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ ചിലപ്പോൾ ബെറ്റർ ആയിരിക്കാം എന്ന് തോന്നുന്നു, കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ E20 ഇല്ലാത്ത ഫ്യൂല് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് XP100 അല്ലെങ്കിൽ പവർ 100 ഒക്ടേൻ ഫ്യൂല് മാത്രം. അതായത് സൂപ്പർ കാറുകളിൽ അടിക്കുന്ന ഫ്യൂല്. എനിക്ക് പവർ 100 150 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ ലിറ്ററിന്. സോ അതടിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. പക്ഷെ ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം മേ ബി ഇടയ്ക്കൊരു സൈക്കിളിൽ ഈ പറഞ്ഞ പവർ 100 ഒന്ന് മിക്സ് ചെയ്ത് അടിക്കുക. അപ്പോൾ അതുകൊണ്ടെങ്ങാനും ഈ പറഞ്ഞ വല്ല റെസിഡ്യൂ ഉണ്ടെങ്കിൽ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ പോട്ടെ. ഇതും അനുമാനമാണ്, ഓൺലി എ അസംഷൻ. നമുക്കതിൻ്റെ നെറ്റ് എഫക്റ്റ് അറിയില്ല. പക്ഷേ ഇടയ്ക്കൊരു സൈക്കിളിൽ പവർ 100 അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണമുണ്ടാവുമായിരിക്കാം. കാരണം സ്ഥിരമായിട്ട് 160 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുക എന്നുള്ളതാണ്. വണ്ടി കിടന്നു പോയാൽ ഞാൻ ഈ പറഞ്ഞ ഫേസ് സെപ്പറേഷൻ എന്നൊരു സംഭവം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫ്യൂൽ എപ്പോഴും സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സെപ്പറേഷൻ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി കുറയും. പിന്നൊരു കാര്യം, പരമാവധി ഫുൾ ടാങ്കിൽ വണ്ടി ഓടിക്കാൻ നോക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസിലാണ്, അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഫേസ് സെപ്പറേഷനുള്ള ചാൻസ് കൂടുതലുള്ളത്. സോ ഫുൾ ടാങ്ക് ആണെങ്കിൽ അത്രയും കുറച്ച് ഏറെ ഫ്യൂൽ ടാങ്കിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ വാട്ടർ അബ്സോർപ്ഷനുള്ള ചാൻസ് കുറച്ച് കുറവായിരിക്കും. ചിലവ് കൂടുന്ന പരിപാടിയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ ഫുൾ ടാങ്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. പണ്ടത്തെ പോലെ റിസർവിന്റെ മുകളിൽ 2 കട്ട വെച്ചിട്ട് ഓടിക്കാണ്ടിരിക്കുക. പരമാവധി ഫുൾ ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യാം. താങ്ക്സ് ടു നമ്മുടെ ജിമാര്. പിന്നെ ഏറ്റവും വലിയ കാര്യം, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ധൃതിയില്ല, അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ കാർ മേടിക്കാതിരിക്കുക. ഇതൊരു ഓട്ടോ
enthusiastic ഞാൻ പറയാണ്ടിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ദാറ്റ്സ് എ ഹാർഡ് ട്രൂത്ത്. കാരണം അടുത്ത് തന്നെ BS7 റോൾ ഔട്ട് എന്ന് പറയുന്നുണ്ട്. അതിന് എന്തൊക്കെ കോടാലി വരാൻ പോകണം ദൈവത്തിന് അറിയാം. ഇനി ഇവർ E27 കൊണ്ടുവരാൻ പോകണമെന്ന് പറയും. E27 വന്നു കഴിഞ്ഞാൽ E20യുടെ എല്ലാ നോമും അവിടെ പോയി. ഇനിയിപ്പോൾ E27 E27ന്റെ നോമായിരിക്കും. ഇവരാണ്ട് ചെയ്യാണ്ടിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ എന്റെ സംശയം ഇവരെ കാഞ്ഞ ബുദ്ധിയാണോ എന്നുള്ളത്. കാരണം E27 വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും പാനിക് ആയത്. പക്ഷെ ഇതവരെ ട്രിക്ക് ആണെങ്കിലോ? ഇനിയിപ്പോൾ പതുക്കെ NGTയുടെ കേസിൽ ഇപ്പോൾ 3 ദിവസം മുമ്പേ മറ്റേ സുപ്രീം കോർട്ടിന്റെ റൂളിംഗ് വന്നു. മറ്റേ 10 years ഡൽഹിയിലെ NGT റൂളിനെ അവർ ഹോൾഡ് ചെയ്തേക്കാണ്. 10 വർഷം പഴക്കമുള്ള വണ്ടി ഫേസ് ഔട്ട് ചെയ്യേണ്ടെന്നുള്ളത്. അതുപോലെ മിക്കവാറും ഈ കേസിലും സുപ്രീം കോർട്ട് ഇടപെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അവർ മിക്കവാറും പറയാൻ പോകുന്ന ഒരു പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ E20യിൽ ക്യാപ്പ് ചെയ്യണമെന്നായിരിക്കണം. E20ക്ക് മുകളിൽ പോകാൻ പാടില്ലെന്നെങ്ങാനും സുപ്രീം കോർട്ട് പറയുമായിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇവരുടെ ആവശ്യം ഇതായിരുന്നെങ്കിലോ? E27 എന്ന് പറയുന്ന ഒരു ഓലപ്പാമ്പാണെങ്കിലോ? നമുക്കറിയില്ല. എന്തായാലും കാലം തന്നെ തെളിയിക്കേണ്ട ഒരു കാര്യമാണത്. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, പറ്റുമെങ്കിൽ ഇപ്പൊ കാർ മേടിക്കാണ്ടിരിക്കുക. ഇന്ത്യയിൽ കാർ മാനുഫാക്ചറേഴ്സിന് ഇപ്പോൾ റെക്കോർഡ് ഇൻവെന്ററി ആണ്. ഒരുപാട് കാറുകൾ വിറ്റ് പോകുന്നില്ല. സോ നമ്മുടെ പ്രതാപ് ടെക് പറഞ്ഞ പോലെ ഫോൺ മേടിക്കാൻ വരട്ടെ, നല്ല ഡിസ്കൗണ്ട് വരുന്നുണ്ടെന്ന് പറയുന്ന പോലെ കാർ മേടിക്കാൻ വരട്ടെ. ഈ ഇയർ എൻഡ് എന്തായാലും നല്ല ഉറപ്പായിട്ട് നല്ല ഡിസ്കൗണ്ട്സ് ഉണ്ടാവും. പറ്റുമെങ്കിൽ അടുത്ത കൊല്ലത്തേക്കോ അല്ലെങ്കിൽ BS7 റോൾ ഔട്ട് കഴിഞ്ഞ് നിങ്ങൾ കാർ മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കാര്യങ്ങൾക്ക് ഈ പുകപടലമൊക്കെ ഒന്ന് ഒതുങ്ങി കാര്യങ്ങൾക്കൊരു വ്യക്തതയായിട്ട് മേടിച്ചാൽ നമ്മുടെ പൈസയെങ്കിലും കുറച്ച് സേഫ് ആയിട്ടിരിക്കും. പിന്നെ യൂസ് കാർ മേടിക്കാൻ പോവുകയാണെങ്കിൽ വളരെ 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 സൂക്ഷിച്ച് വേണം മേടിക്കാനായിട്ട്. നല്ലോണം നെഗോഷിയേറ്റ് ചെയ്യണം. ചിലപ്പോൾ ആ ഓണർ ഈ E20 റോൾ ഔട്ട് കാറിനായിരിക്കും വണ്ടി വിൽക്കുന്നത്. നല്ലോണം ചെക്ക് ചെയ്യുക. പരമാവധി E20 കംപ്ലൈന്റ് ആയ കാർ മേടിക്കാൻ നോക്കുക. അല്ല ബഡ്ജറ്റ് ഇപ്പോൾ അങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ പരമാവധി വില കുറച്ച് യൂസ് കാർ മേടിക്കുക. പല യൂട്യൂബർമാരും യൂട്യൂബിൽ ഇരുന്നിട്ട് പറയണ്ടോ, റോഡ് സൈഡിൽ കച്ചവടം ചെയ്യണ പോലെ കാർ ഷോറൂമുകളിൽ പോയിട്ട് പറയണോ ദേ ഭയങ്കര ഓഫറാണ് മറ്റാണ് മറിച്ചാണെന്നുള്ളത്. പക്ഷേ പൈസ മുടക്കുന്നത് നിങ്ങളാണ്, വണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങളാണ്. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. മാക്സിമം ആലോചിച്ചിട്ട് മാത്രമേ യൂസ് കാർ മേടിക്കാൻ പാടുള്ളൂ. ആൻഡ് നെഗോഷിയേറ്റ് ഹാർഡ്. ഇന്ന് നമ്മുടെ 79ാമത്തെ സ്വാതന്ത്ര്യദിനമാണ്. ശരിക്കും നമ്മൾ സ്വതന്ത്രരാണോ? അല്ല എന്നുള്ളതാണ് ഹാർഡ് ട്രൂത്ത്. വി നീഡ് ദ ഫ്രീഡം ടു ചൂസ്. ഇത് ഇന്ത്യയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി. ഇവിടെ വി ആർ ബോൺ ഫ്രീ ആൻഡ് വി ലിവ് ഫ്രീ ആൻഡ് വി ഹാവ് ദ റൈറ്റ് ടു ചൂസ് അവർ ഫ്യൂൽ. അത് നമ്മുടെ കാറിനായാലും ബൈക്കിനായാലും ഓട്ടോനായാലും ട്രക്കിനായാലും. ഗവൺമെൻറ് അല്ല തീരുമാനിക്കേണ്ടത് നമ്മൾ നമ്മുടെ വണ്ടിയിൽ എന്ത് പെട്രോൾ അടിക്കണം എന്നുള്ളത്. സോ ഇറ്റ്സ് ടൈം ടു റേസ് യുവർ വോയിസ് and it's time to fight for our rights. Jai Hind.